തടവുകാരെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട് യു.ഡി.എഫ് സർക്കാർ നൽകിയ നിർദ്ദേശത്തിന്റെ വിവരങ്ങൾ പുറത്ത്. ഉമ്മൻചാണ്ടി നിർദ്ദേശം നൽകിയത് 2015 നവംബർ 24-ന്. ജീവപര്യന്തം തടവുകാരെയും വിട്ടയക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇ.പി. ജയരാജൻ വധശ്രമ കേസിലെ പ്രതിയെയും വിട്ടയക്കാൻ തീരുമാനിച്ചവരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. മദ്യദുരന്ത കേസിലെ പ്രതികളായ മണിച്ചനും കൊച്ചനിയും പട്ടികയിലുണ്ട്. കൊടും കുറ്റവാളികളായ തടവുകാരെ ജയിൽ മോചിതരാക്കാനുള്ള പദ്ധതിക്ക് 2015 നവംബർ 24-നാണ് തുടക്കം കുറിക്കുന്നത്. മോചിപ്പിക്കപ്പെടേണ്ടവരുടെ പട്ടിക തയ്യാറാക്കുന്നതിനായി മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ജയിൽ വകുപ്പിന് നിർദ്ദേശം നൽകി. 4 മാസം നീണ്ട പരിശോധനയുടെ ഒടുവിൽ വിട്ടയക്കപ്പെടേണ്ടവരുടെ പട്ടിക തയ്യാറായി. 216 തടവുകാർ ഉൾക്കൊള്ളുന്ന ലിസ്റ്റ് ആഭ്യന്തര ജയിൽ വകുപ്പ് മന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറി. പ്രവീൺ എന്ന യുവാവിനെ അറുത്ത് കഷ്ണങ്ങളായി മുറിച്ച് സംസ്ഥാനത്തിന്റെ പല ഭാഗത്തായി ഉപേക്ഷിച്ച ഡിവൈഎസ്പി ആർ ഷാജി, SFI നേതാവ് KV സുധീഷിനെ അമ്മയുടെ മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയ പേട്ട ദിനേശൻ, കണ്ണൂർ കനകരാജ് വധക്കേസിലെ കുറ്റവാളി ദാസൻ, കല്ലുവാതുക്കൽ വിഷമദ്യ ദുരന്ത കേസിലെ പ്രതികളായ മണിച്ചൻ, സഹോദരൻ കൊച്ചനി, 3 തവണ ജയിൽ ചാടിയ കുപ്രസിദ്ധ ക്രിമിനൽ ശിവജി എന്നീ ക്രിമിനലുകൾ ഉൾപ്പെട്ട 216 പേരുടെ പട്ടികയാണ് തയ്യാറാക്കപ്പെട്ടത്. ഇതിൽ പേട്ട ദിനേശൻ ആന്ധ്രയിൽ വെച്ച് ഇ.പി. ജയരാജനെ വെടിവെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ്. ജയിൽ ചാടിയവരെ ഒരു കാരണവശാലും ശിക്ഷാ ഇളവിന് പരിഗണിക്കരുത് എന്ന മുൻ നിർദ്ദേശം ശിവജിയുടെ കാര്യത്തിൽ കാറ്റിൽ പറത്തി. കടുംവെട്ട് തീരുമാനങ്ങൾ എടുത്തതുവഴി കുപ്രസിദ്ധി ആർജിച്ച 2016 മാർച്ച് 1 ക്യാബിനറ്റിലെ പ്രധാന അജണ്ടകളിലൊന്ന് ഈ കൊടും ക്രിമിനലുകളുടെ മോചനമായിരുന്നു. അന്നത്തെ അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡവാണിയിൽ നിന്നും നിയമോപദേശം തേടിയ ശേഷം വിട്ടയക്കാനും വിട്ടയക്കപ്പെടുന്ന തടവുകാരുടെ മാർഗരേഖ തയ്യാറാക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ 3-അംഗ ഉന്നതതല സമിതിയെ ചുമതലപ്പെടുത്തിയും ക്യാബിനറ്റ് പിരിഞ്ഞു. തങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് ഇത്തരമൊരു ഫയൽ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നില്ല എന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വാദത്തെ പൂർണ്ണമായും നിരാകരിക്കുന്നതാണ് പുതിയ തെളിവുകൾ. മുൻപ് സുപ്രീം കോടതി വരെ ശിക്ഷ ശരിവെച്ച ഡേവിഡ് ലാലിയെ മന്ത്രിസഭയുടെ സവിശേഷ അധികാരം ഉപയോഗിച്ച് ഒരു ദിവസം പോലും തടവ് ശിക്ഷ അനുഭവിക്കാതെ UDF സർക്കാർ വിട്ടയച്ചത് വിവാദമായിരുന്നു. ഭരണപക്ഷത്തിനെതിരെ ജയിൽ ശിക്ഷാ ഇളവ് ആയുധമാക്കാൻ ഒരുങ്ങുന്ന UDFനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കുന്നതാണ് പുതിയ തെളിവുകൾ. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. SSLC കണക്ക് പരീക്ഷ റദ്ദാക്കി. ഈ മാസം 30-ന് ഉച്ചയ്ക്ക് 1:30 വീണ്ടും പരീക്ഷ നടത്തും. ചോദ്യപേപ്പർ സംബന്ധിച്ച ആക്ഷേപത്തിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് തീരുമാനം. ഇത് സംബന്ധിച്ച് വകുപ്പ് തല അന്വേഷണം നടത്തും. വിദ്യാർത്ഥികൾക്കുണ്ടായ ബുദ്ധിമുട്ട് കണക്കിലെടുത്താണ് നടപടിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് പറഞ്ഞു. ഈ വർഷത്തെ SSLC കണക്ക് പരീക്ഷയിലെ പല ചോദ്യങ്ങളും ഒരു സ്വകാര്യ സ്ഥാപനം നടത്തിയ മാതൃകാ പരീക്ഷയിലെ ചോദ്യപേപ്പറിലേതിന് സമാനമായിരുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പരീക്ഷ റദ്ദാക്കിയത്. വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് വിളിച്ചു ചേർത്ത ഉന്നതോദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. ചോദ്യപേപ്പറിൽ വന്ന ചോദ്യങ്ങൾ ചില ചോദ്യങ്ങളുമായിട്ടുള്ള ഓവർലാപ്പിംഗ് പോലെ കാണുന്നുണ്ട്. കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ പക്ഷത്തു നിന്ന് അവർക്ക് കൂടുതൽ നല്ല രീതിയിൽ കണക്ക് പരീക്ഷ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി നേരത്തെ നടത്തിയ പരീക്ഷ റദ്ദ് ചെയ്യുകയും പുതിയ പരീക്ഷ 30-ാം തീയതി ഉച്ചയ്ക്ക് 1:30 മണിക്ക് നടത്താം. 30-ന് ഉച്ചയ്ക്ക് നടക്കേണ്ടിയിരുന്ന പരീക്ഷകൾ അടുത്ത ദിവസം രാവിലെ 9:30-ന് നടത്തും. ചോദ്യപേപ്പർ തയ്യാറാക്കിയതിലെ അപാകത സംബന്ധിച്ച് വകുപ്പ് തല അന്വേഷണം നടത്താനും യോഗം തീരുമാനിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഉഷ ടൈറ്റസിനാണ് അന്വേഷണ ചുമതല. മലപ്പുറത്തെ ഒരു ട്യൂഷൻ സെന്റർ നടത്തിയ മാതൃകാ പരീക്ഷയിലെ ചോദ്യങ്ങളോട് സാമ്യമുള്ള 13 ചോദ്യങ്ങളാണ് SSLC കണക്ക് പരീക്ഷയിൽ ഉണ്ടായിരുന്നത്. ചോദ്യപേപ്പർ തയ്യാറാക്കിയ സമിതിയിൽ അംഗമായ ഒരു അധ്യാപകന് ഈ ട്യൂഷൻ സെന്ററുമായി ബന്ധമുണ്ടെന്നാണ് സൂചന. ഇയാൾക്കെതിരെ നടപടി ഉറപ്പാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KSU ഭാരവാഹികളെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതാവസ്ഥ. തർക്കം മൂലം ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല. വിജയികൾക്കെതിരെ NSU നേതൃത്വത്തിന് ലഭിക്കുന്നത് നിരവധി പരാതികൾ. ഇതുമൂലം NSU ദേശീയ നേതൃത്വം മാധ്യമങ്ങളെ കണ്ടില്ല. കണ്ണൂർ ജില്ലാ അധ്യക്ഷനെ ചൊല്ലി AI വിഭാഗങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടായി. ഇതിനാൽ ഫലപ്രഖ്യാപനം ദില്ലിയിലേക്ക് നീളാനാണ് സാധ്യത. NSU വെബ്സൈറ്റിൽ 2 ദിവസത്തിനകം ഫലം ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഫലപ്രഖ്യാപനം എപ്പോൾ ഉണ്ടാകുമെന്നറിയാൻ NSU തെരഞ്ഞെടുപ്പ് നിരീക്ഷകനായ കിരൺ മുഗൾ വാസ്നിക്കിനെ ബന്ധപ്പെട്ടെങ്കിലും പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അതിനിടെ KSU സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് A ഗ്രൂപ്പിലെ അഭിജിത്തിന് ഭൂരിപക്ഷം ലഭിച്ചു. I ഗ്രൂപ്പിലെ അബ്ദുൾ റഷീദിനെ ദയനീയമായി പരാജയപ്പെടുത്തിയാണ് അഭിജിത്ത് വിജയിച്ചത്. അഭിജിത്തിന് 2774 വോട്ട് ലഭിച്ചപ്പോൾ റഷീദിന് 779 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. എന്നാൽ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ I ഗ്രൂപ്പ് കരുത്ത് കാട്ടി. 20 ഭാരവാഹികൾ I ഗ്രൂപ്പിന് ലഭിച്ചതായും പ്രസിഡന്റ് സ്ഥാനമടക്കം 15 എണ്ണം ഭാരവാഹികൾ A വിഭാഗത്തിന് ലഭിച്ചതായും അവകാശവാദമുണ്ട്. രാവിലെ ആരംഭിക്കേണ്ടിയിരുന്ന വോട്ടെണ്ണൽ ഉച്ചയ്ക്ക് ശേഷമാണ് ആരംഭിച്ചത്. വോട്ടെണ്ണൽ കേന്ദ്രമായ KPCC ഓഫീസിന് മുന്നിൽ AI വിഭാഗങ്ങളുടെ തർക്കം ക്യാമറയിൽ പകർത്താൻ ശ്രമിക്കുന്നതിനിടെ മാധ്യമപ്രവർത്തകരെ KSUക്കാർ കയ്യേറ്റം ചെയ്തു. മനോരമ ന്യൂസിലെ ഡ്രൈവറുടെ കൈ പിടിച്ച് തിരിച്ചു. കൈരളി TVയിലെ ക്യാമറ വുമൺ ഷാജിലയ്ക്ക് നേരെ ആക്രോശവുമായി പാഞ്ഞെടുത്തവരെ നേതാക്കൾ ഇടപെട്ട് ശാന്തരാക്കുകയായിരുന്നു.
KPCC താൽക്കാലിക പ്രസിഡന്റ് MM ഹസനെ ചുമതലപ്പെടുത്തി. തീരുമാനം ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. നാളെ തന്നെ ചുമതല ഏറ്റെടുക്കാനാണ് നിർദ്ദേശമെന്ന് MM ഹസൻ പറഞ്ഞു. ആദ്യാവസാനം വരെ സുധീരന്റെ രാജിക്കായി തുറന്ന പോരാട്ടം നടത്തിയ എ ഗ്രൂപ്പ് നേതാവിനെ തന്നെയാണ് അധ്യക്ഷ പദത്തിലേക്ക് ഹൈക്കമാൻഡ് തീരുമാനിച്ചത്. KPCC പ്രസിഡന്റ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു പ്രതികാര നടപടി ഇടതുമുന്നണി സർക്കാരിൽ നിന്നുണ്ടാകുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു മുൻ മന്ത്രി ഉണ്ടാകുന്ന ഈ അനുഭവത്തിൽ പ്രതികരിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹം പ്രതികരിക്കാതിരുന്നത് നിർഭാഗ്യമായി. UDF-ന് വോട്ട് തേടി KM മാണി ഇന്ന് മലപ്പുറത്ത്. കേരള കോൺഗ്രസ് കൺവെൻഷൻ വൈകിട്ട് 3 മണിക്ക് ടൗൺ ഹാളിൽ. സ്ഥാനാർത്ഥികളുടെ മണ്ഡല പര്യടനം PK കുഞ്ഞാലിക്കുട്ടി നാളെയും NDA മറ്റന്നാളും തുടങ്ങും. LDF സ്ഥാനാർത്ഥി ഇന്ന് മങ്കട മണ്ഡലത്തിലാണ്. UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടിക്ക് വോട്ട് ചോദിക്കാനാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. PJ ജോസഫ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ കൺവെൻഷനിൽ പങ്കെടുക്കും. കേരള കോൺഗ്രസിന്റെ പിന്തുണ തേടി ലീഗ് നേതൃത്വം മാണിയെ സമീപിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ മുമ്പെങ്ങുമില്ലാത്ത ആവേശം അണികളിലുണ്ടായെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് രംഗം ഒരു ഉത്സവ പ്രതീതി ഉണ്ടാക്കുമാറ് ആവേശം എല്ലായിടത്തും പ്രകടമാണ്. UDF-ന്റെ മണ്ഡല പര്യടനം നാളെ തുടങ്ങും. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MB ഫൈസൽ ഇന്ന് മങ്കട മണ്ഡലത്തിലാണ് പര്യടനം നടത്തുന്നത്. പര്യടനം പൂർത്തിയാവുന്നതോടെ പഞ്ചായത്ത് തല കൺവെൻഷനുകളിലേക്ക് കടക്കും. NDA മുന്നണി മണ്ഡലതല പര്യടനം നാളെ തുടങ്ങും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. മലപ്പുറത്തെ SDPI വെൽഫെയർ പാർട്ടി രഹസ്യബന്ധം തള്ളാതെ ലീഗ് നേതൃത്വം. നിലപാട് വ്യക്തമാക്കേണ്ടത് അതത് പാർട്ടികളാണെന്ന് KPM മജീദും PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. 2014-ൽ 80,000-ഓളം വോട്ട് നേടിയ SDPI വെൽഫെയർ പാർട്ടികൾ ഇത്തവണ മത്സരിക്കുന്നില്ല. കോലീബി സഖ്യ നീക്കത്തിനൊപ്പം SDPI വെൽഫെയർ പാർട്ടികളുമായി ലീഗ് കൂട്ടുകൂടുന്നു എന്ന ആരോപണത്തോട് കരുതിയുള്ള പ്രതികരണമാണ് ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മലപ്പുറത്ത് ഈ പാർട്ടികളുമായി ചേരേണ്ട ആവശ്യം ലീഗിനില്ല. എന്നാൽ ആരുടെയും വോട്ട് വേണ്ടെന്ന് പറയില്ല. സ്ഥാനാർത്ഥിയെ നിർത്താത്ത SDPI വെൽഫെയർ പാർട്ടികളാണ് അവരുടെ നിലപാട് പറയേണ്ടതെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPM മജീദ് പറഞ്ഞു. ഓരോ പാർട്ടിയുടെ നിലപാടുകളാണെങ്കിലും ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും ചർച്ചയ്ക്കപ്പെടും. അല്ലാതെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചില ആക്ഷേപങ്ങൾ ആരോപണം വരുന്നല്ലാതെ അതിനൊന്നൊരു കഴമ്പില്ല. ഇതൊന്നും ഞങ്ങൾ മറുപടി പറയേണ്ട ഒരു കാര്യമില്ല. ഓരോ പാർട്ടിക്കും തീരുമാനമെടുക്കാൻ അവകാശമുണ്ട്. അവർ പറയും ഞങ്ങൾ തീരുമാനിച്ചതാണ്. അതിനുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ അവർ പറയും. UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ഇങ്ങനെ: അവരതല്ലേ പറയുള്ളൂ. അത് പിന്നെ അവരെ ഓരോ പാർട്ടികൾ പറയേണ്ട കാര്യങ്ങൾ അവർ പറഞ്ഞോളും. നമുക്കെന്തിനാ അതിനെക്കുറിച്ച് ഇവരെന്തിനും പിന്നെ ഇതല്ലാതെ മറ്റെന്തെങ്കിലും പറഞ്ഞെങ്കിലല്ലേ അത്ഭുതം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SDPI 47,853 വെൽഫെയർ പാർട്ടി 29,216 വോട്ടും മലപ്പുറത്ത് നേടിയിരുന്നു. ആരോപണ പ്രത്യാരോപണങ്ങളാൽ മലപ്പുറത്തെ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന നേതാക്കൾ കൂടി എത്തുന്നതോടെ വികസനവും രാഷ്ട്രീയവും ഒരുപോലെ ചർച്ചയാകും. മലപ്പുറത്ത് നിന്നും AK ലതീഷ്. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷയ്ക്കായി പുതിയ ടോൾ ഫ്രീ നമ്പർ മിത്ര 181 എന്ന ഹെൽപ്പ് ലൈൻ നമ്പർ നാളെ മുതലാണ് പ്രവർത്തനക്ഷമമാകുക. പോലീസിന്റെയും വിവിധ സർക്കാരിതര ഏജൻസികളുടെയും സഹായത്തോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. സ്ത്രീ സുരക്ഷയ്ക്കായി ഇനി വിളിക്കുക 181 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. സംസ്ഥാനത്ത് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും സുരക്ഷയും സഹായവും ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സംസ്ഥാന സർക്കാരിന്റെ പുതിയ സംരംഭം മിത്ര 181 എന്ന ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ നാളെ മുതലാണ് പ്രവർത്തനക്ഷമമാകുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി നാടിന് സമർപ്പിക്കും. സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി KK ശൈലജ: ആരോടും പറയാനില്ല എന്ന സങ്കടം ഉണ്ടാവരുത്. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ വലിയ സമ്മർദ്ദം അനുഭവിക്കുന്നു. കുടുംബത്തിനകത്തോ വെളിയിലോ നിരന്തരമായിട്ട് അവഹേളിക്കപ്പെടുന്നു. ശാരീരികമോ മാനസികമോ ആയ വലിയ സമ്മർദ്ദത്തിന് അല്ലെങ്കിൽ ആരുടെയെങ്കിലും ആധിപത്യത്തിന് വിധേയമാകുന്നു എന്ന് വന്നാൽ അവർക്ക് വളരെ പെട്ടെന്ന് തൊട്ടടുത്ത ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കണം. ഹെൽപ്പ് ലൈൻ സംവിധാനം ആരംഭിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ ഏതു ഭാഗത്തു നിന്നുള്ളവർക്കും ഈ 3 അക്കത്തിലേക്ക് വിളിച്ച് സഹായം ആവശ്യപ്പെടാം. തിരുവനന്തപുരം ടെക്നോ പാർക്ക് ആസ്ഥാനമാക്കിയാണ് മിത്ര 181ന്റെ കൺട്രോൾ റൂം പ്രവർത്തിക്കുക. ഒരു സമയം 32 പേരിൽ നിന്നും പരാതികൾ സ്വീകരിക്കും. ലഭിക്കുന്ന പരാതികൾ അതാത് പോലീസ് സ്റ്റേഷനുകളിലേക്ക് കൈമാറി തുടർ നടപടിയും ഉറപ്പാക്കും. ഇതിന്മേൽ കൃത്യമായ നിരീക്ഷണവും ഉണ്ടാകും. പോലീസിന്റെയും വിവിധ സർക്കാരേതര ഏജൻസികളുടെയും സഹായത്തോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. പെൺകുട്ടികളെയും സ്ത്രീകളെയും പൂർണ്ണമായും സുരക്ഷിതരാക്കുകയാണ് പുതിയ സംരംഭത്തിലൂടെ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്.
സാമൂഹ്യനീതി വകുപ്പും സംസ്ഥാന വനിതാ കോർപ്പറേഷനും സംയുക്തമായാണ് പദ്ധതിയുടെ മേൽനോട്ടം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. എയർ ഇന്ത്യ ജീവനക്കാരനെ മർദ്ദിച്ച ശിവസേന എംപിക്കെതിരെ ആവശ്യമെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന് സ്പീക്കർ സുമിത്രാ മഹാജൻ. എംപിക്കെതിരെ ആരുടെയും പരാതി ലഭിച്ചിട്ടില്ലെന്നും സ്പീക്കർ അറിയിച്ചു. അതേസമയം എയർ ഇന്ത്യ ജീവനക്കാർ അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ശിവസേന എംപി എയർലൈൻസ് ഫെഡറേഷനിൽ പരാതി നൽകി. പ്രധാനമന്ത്രിയെ അപമാനിച്ച ജീവനക്കാർ സംസാരിച്ചതിനാലാണ് എംപിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടതെന്ന് രവീന്ദ്ര ഗെയ്ക്വാദിന്റെ ഭാര്യ ആരോപിച്ചു. ബിസിനസ് ക്ലാസ് നൽകിയില്ലെന്ന് പറഞ്ഞ് ശിവസേന എം പി രവീന്ദ്ര ഗെയ്ക്വാദ് എയർ ഇന്ത്യ ഡെപ്യൂട്ടി മാനേജരും കണ്ണൂർ സ്വദേശിയുമായ സുകുമാറിനെ മർദ്ദിച്ച സംഭവത്തിൽ ഇതുവരെ പരാതി ലഭിച്ചിട്ടില്ലെന്നാണ് സ്പീക്കർ സുമിത്രാ മഹാജൻ അറിയിച്ചത്. എംപിക്കെതിരെ പരാതി ലഭിച്ചാൽ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും സ്പീക്കർ വ്യക്തമാക്കി. ഹൃദ്രോഗി കൂടിയായ മലയാളി ഉദ്യോഗസ്ഥനെ ചെരിപ്പൂരി നിരവധി തവണ മുഖത്തടിച്ചു മർദ്ദിച്ച എംപിക്കെതിരെ ദില്ലി പോലീസ് വധശ്രമത്തിന് കേസെടുത്തെങ്കിലും അറസ്റ്റ് വൈകുകയാണ്. മർദ്ദിച്ചതിനു ശേഷം ദില്ലിയിലുണ്ടായിരുന്ന എം പി മുംബൈയിലേക്ക് ട്രെയിൻ മുഖാന്തരം മടങ്ങുകയും ചെയ്തു. ഇതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ച് ജീവനക്കാർ സംസാരിച്ചെന്നും ഇതിൽ പ്രകോപിതനായാണ് എം പിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടതെന്നും രവീന്ദ്ര ഗെയ്ക്വാദിന്റെ ഭാര്യ ആരോപിച്ചു. എന്നാൽ ജീവനക്കാരെ ചെരിപ്പൂരി മർദ്ദിക്കുന്നത് ശിവസേനയുടെ നയമല്ലെന്നും പക്ഷേ എയർ ഇന്ത്യയിൽ സംഭവിച്ചത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം വേണമെന്നും ഉദ്ധവ് താക്കറെ പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള അനിശ്ചിതകാല നിരാഹാര സമരം 5ാം ദിവസത്തിലേക്ക് കടന്നു. കോളേജിലുണ്ടായ സംഘർഷങ്ങളിൽ പ്രിൻസിപ്പൽ ഏകപക്ഷീയമായി നടപടിയെടുത്തതിനെ തുടർന്നാണ് SFIയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചത്. പുറത്താക്കപ്പെട്ട 12 പേരെ തിരിച്ചെടുക്കും വരെ സമരം തുടരുമെന്ന് വിദ്യാർത്ഥികൾ അറിയിച്ചു. ക്യാമ്പസിലുണ്ടായ സംഘർഷങ്ങളുടെ പേരിൽ കോളേജ് പ്രിൻസിപ്പൽ ഏകപക്ഷീയമായി പുറത്താക്കിയ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് SFI അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. കഴിഞ്ഞ മാസം 15-നും 28-നും വിദ്യാർത്ഥികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കയ്യാങ്കളിയിൽ എത്തിയിരുന്നു. ഈ സംഭവങ്ങളിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്കെതിരെ മാത്രമാണ് നടപടിയെടുത്തത്. SFI പ്രവർത്തകരായ 3 വിദ്യാർത്ഥികളെ ഡിസ്മിസ് ചെയ്യുകയും 6 പേർക്ക് 1 വർഷം ടെർമിനേഷൻ നൽകുകയും ചെയ്തു. ദളിത് വിദ്യാർത്ഥിയെ ജാതീയമായി അധിക്ഷേപിച്ച പരീക്ഷ എഴുതിക്കാതെ മാറ്റി നിർത്തിയെന്നും ആരോപണമുണ്ട്. ഏകപക്ഷീയമായ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട SFI ആരംഭിച്ച അനിശ്ചിതകാല നിരാഹാര സമരം 5ാം ദിവസത്തിലേക്ക് കടന്നു. അക്രമികളായ KSUക്കാർക്കെതിരെ ഒരു നടപടിയും ഇന്നുവരെ പ്രിൻസിപ്പൽ സ്വീകരിക്കുകയോ അക്രമം KSUക്കാർ സംഘടിപ്പിക്കുന്ന ഘട്ടത്തിൽ അതിന് അന്വേഷണ കമ്മിറ്റി രൂപീകരിക്കാനോ ടീച്ചർ തയ്യാറായില്ല. ഏതാണ്ട് DCC ഓഫീസിൽ നിന്നും KPCC ഓഫീസിൽ നിന്നും വരുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് ഇവിടുത്തെ അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ക്യാമ്പസിൽ സംഘടനാ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന നടപടികൾ മുമ്പും ഉണ്ടായിട്ടുണ്ടെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. വിദ്യാർത്ഥികളെ തിരിച്ചെടുത്ത പ്രിൻസിപ്പലിനെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് SFI അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഡോക്ടർ ഫിലിപ്പോസ് ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലീത്തയുടെ 100ാം പിറന്നാൾ ആഘോഷം കൈരളി TVയും പത്തനംതിട്ട പൗരാവലിയും കാഴ്ചയും ചേർന്ന് വലിയ ജനസമക്ഷത്തിൽ ആഘോഷിച്ചു. പത്തനംതിട്ട മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ചിരിയുടെ തമ്പുരാന്റെ 100ാം പിറന്നാൾ ആഘോഷിക്കാൻ നാടൊട്ടുക്കാണ് പത്തനംതിട്ട മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെത്തിയത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. സ്വർണ്ണനാവുള്ള തിരുമേനി എന്നാണ് ക്രിസോസ്റ്റം തിരുമേനി നമ്മൾ വിശേഷിപ്പിക്കുന്നത്. വളരെ സരളമായ ഭാഷയിൽ തമാശ കലർന്ന പ്രസംഗത്തിലൂടെ അതിഗഹനമായ വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള അനിതര സാധാരണമായ കഴിവാണ് തിരുമേനിയെ ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിക്കൊടുത്തിട്ടുള്ളത്. ക്രിസോസ്റ്റം തിരുമേനിയുടെ ചിത്രമാലേഖനം ചെയ്ത 100 കിലോ വരുന്ന കേക്കാണ് ആഘോഷ പരിപാടിയിൽ തിരുമേനി മുറിച്ച് എല്ലാവർക്കുമായി പങ്കുവച്ചത്. നിങ്ങൾ ഈ കഴിഞ്ഞ 99 വർഷം എനിക്ക് സമാധാനത്തോടും സന്തോഷത്തോടും ജീവിപ്പാൻ തക്കവണ്ണം ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും ഞാൻ നന്ദി പറയുകയും ആ ഉപകാരങ്ങൾ അനുസരിച്ച് നിങ്ങളെ സഹായിക്കുവാൻ ദൈവം എന്നെ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ക്രിസോസ്റ്റം തിരുമേനിക്ക് പ്രണാമങ്ങളുമായി രാഷ്ട്രീയ സാംസ്കാരിക നായകരുടെ വലിയ നിര തന്നെ എത്തിയിരുന്നു. തുടർന്ന് കൈരളി TVയുടെ വന്ദനം 2017 മെഗാ ഷോയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.
ഇൻഷുറൻസ് പ്രീമിയം വർധനയിൽ പ്രതിഷേധിച്ച് ഈ മാസം 30-ന് വാഹന പണിമുടക്ക്. BMS ഒഴികെയുള്ള ട്രേഡ് യൂണിയനുകൾ പണിമുടക്കിൽ പങ്കെടുക്കും. ഇൻഷുറൻസ് പ്രീമിയം തുക വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് മോട്ടോർ തൊഴിലാളി യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റി പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 29-ന് അർദ്ധരാത്രി മുതൽ പണിമുടക്ക് ആരംഭിക്കും. BMS ഒഴികെയുള്ള മുഴുവൻ സംഘടനകളും പണിമുടക്കിൽ പങ്കുചേരുമെന്ന് മോട്ടോർ തൊഴിലാളി യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ യു പോക്കർ പറഞ്ഞു. ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റിയുടെ മറവിലാണ് ഈ വർധനവ് പ്രഖ്യാപിച്ചതെങ്കിലും രാജ്യത്തെ പൊതുവിൽ പ്രതിസന്ധിയിലായിട്ടുള്ള മോട്ടോർ ട്രാൻസ്പോർട്ട് മേഖലയെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു തീരുമാനമാണിത്. ഇതിനെതിരായിട്ട് ഈ മാസം 30-ാം തീയതി 29-ന് അർദ്ധരാത്രി മുതൽ കേരളത്തിലെ മോട്ടോർ തൊഴിലാളികൾ പണിമുടക്ക് 24 മണിക്കൂർ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത മാസം 1 മുതൽ ഇൻഷുറൻസ് പ്രീമിയം തുക 30%-ലധികം വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ നേരത്തെ തന്നെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് ചരക്ക് വാഹന തൊഴിലാളികൾ നേരത്തെ പണിമുടക്കും പ്രഖ്യാപിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ മോട്ടോർ തൊഴിലാളി യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റിയും പണിമുടക്കുമായി മുൻപോട്ട് വന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വെയിലായാലും മഴയായാലും ഇടക്കൊച്ചിക്കാർക്ക് എന്നും കുടിവെള്ളക്ഷാമമാണ്. പ്രദേശം മുഴുവൻ ഉപ്പുവെള്ളമായതിനാൽ ഇടക്കൊച്ചി കനോസ നഗർ നിവാസികൾക്ക് ടാങ്കർ വെള്ളമാണ് ഏക ആശ്വാസം. പണ്ടെപ്പോഴോ ഇവിടെ സ്ഥാപിച്ച പൊതു ടാപ്പ് പ്രവർത്തനരഹിതമായിട്ട് വർഷങ്ങളായി. ഇടക്കൊച്ചിയിൽ 50ഓളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കനോത്ത നഗറിലെ കുടിവെള്ള പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഈ ദൃശ്യങ്ങൾ ധാരാളം. ഇവിടെയുള്ള കിണറുകളിൽ മുഴുവൻ ഇതുപോലെ കറുത്ത് കലങ്ങിയ വെള്ളമാണ്. ഉപ്പുരസവും ദുർഗന്ധവുമാണ് ഈ വെള്ളത്തിനെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. മോട്ടോറിലാണെങ്കിൽ ചീത്ത കിടക്കണ മണവും ഉപ്പൊക്കെയാണ്. ഇപ്പൊ ഈ മഴയില്ലാത്ത കണ്ടിട്ട് ഭയങ്കര ഉപ്പാണ് വെള്ളത്തിന്. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ പണ്ടെപ്പോഴോ സ്ഥാപിച്ച പൊതുപൈപ്പ് കണ്ടെത്താൻ ചിലർ ശ്രമം നടത്തി. കാടുമൂടി പ്രവർത്തനരഹിതമായ പൈപ്പ് കണ്ടെത്താനുള്ള ശ്രമം പിന്നീട് പരാജയപ്പെടുകയായിരുന്നു. പൈപ്പ് വർഷങ്ങളായിട്ട് ഒരെണ്ണമുണ്ട്. മെയിൻ റോഡിൽ നിന്നുള്ള വെള്ളം അവിടുന്ന് കണക്ഷൻ കൊടുത്തേക്കണ ചെറിയ പൈപ്പാണ്. അത് പൊക്കിയും വെച്ചിരിക്കുകയാണ്. ഇങ്ങോട്ട് ഇതുവരെയും വെള്ളം വന്നല്ല. ആഴ്ചയിൽ 2 തവണ വരുന്ന ടാങ്കർ വെള്ളം ഓരോ കുടുംബവും ശേഖരിച്ചു വെക്കുന്നത് ഈ ഡ്രമ്മുകളിലാണ്. 45 കുടുംബം ഉണ്ടാവും ഇവിടെ. അവർക്കാണ് ഈ വെള്ളം വണ്ടി വരുന്നത്. വെള്ളം വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തല്ലുപിടുത്തമാണ് ഇവിടെ. വെള്ളം കിട്ടണില്ല. സ്ഥലത്ത് പുതിയ ജനപ്രതിനിധികൾ എത്തിയ സാഹചര്യത്തിൽ പ്രശ്നപരിഹാരം വൈകില്ലെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നു. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇടക്കൊച്ചിക്കാരുടെ കുടിവെള്ള പ്രശ്നം. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി കുടിവെള്ളം ഇവർക്ക് കിട്ടാക്കനിയാണ്. മണ്ഡലത്തിൽ പുതിയ MLA വന്നതോടെ ഇനിയെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാകുന്ന പ്രതീക്ഷയിലാണ് കനോത്ത നഗർ നിവാസികൾ. ഇടക്കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ KM രഞ്ജിത്തിനൊപ്പം KM ഉമേഷ്.